തൃശൂരിൽ സുരേഷ് ഗോപി എൻ.ഡി.എ സ്ഥാനാർത്ഥിയാകും. ബി.ജെ.പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അല്പസമയം മുമ്പ് പുറത്തിറക്കിയ പട്ടികയിലാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. വിശദാംശങ്ങൾ ആർ രാധാകൃഷ്ണൻ നൽകും. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ, സുരേഷ് ഗോപിയുടെ പേരിന് തന്നെയായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. സുരേഷ് ഗോപിക്ക് പറ്റില്ലെങ്കിൽ മറ്റു പേരുകളിലേക്ക് പോകുക, അതായിരുന്നു ബി.ജെ.പി നേതൃത്വത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. എന്തായാലും സുരേഷ് ഗോപി സമ്മതം അറിയിച്ചിരിക്കുന്നു. സുരേഷ് ഗോപി തന്നെ തൃശൂരിൽ എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി ആകാൻ പോകുന്നു. എന്താണ് വിവരങ്ങൾ? എപ്പോഴാണ് ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്? റീജിത്ത്, ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണയായത്. ഒരു 15 മിനിറ്റ് മുമ്പ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ഒരു വാർത്താക്കുറിപ്പിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു ദിവസം നീണ്ടുനിന്ന നാടകീയമായിട്ടുള്ള ചർച്ചകൾക്കാണ് ഏറ്റവും അവസാനം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ പര്യവസാനമായിരിക്കുന്നത്. സുരേഷ് ഗോപി തൃശൂരിൽ ബി.ജെ.പി പ്രതിനിധീകരിച്ച് എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു. സുരേഷ് ഗോപിയിലേക്ക് എത്താനായി ഉള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൃശൂരിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഒരു മത്സര സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്കാണ് അവിടെ ഏറ്റവും നന്നായി ചലനം ഇനി സൃഷ്ടിക്കാൻ സാധിക്കുക എന്ന് വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിയെ മത്സര രംഗത്തേക്ക് എത്തിക്കാനായി തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സുരേഷ് ഗോപി ആദ്യമായിട്ടാണ് തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത്. സുരേഷ് ഗോപിക്ക് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാറണമെന്നുള്ള താല്പര്യം വ്യക്തിപരമായി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടാണ് സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ സുരേഷ് ഗോപി ഒടുവിൽ അംഗീകരിക്കുകയായിരുന്നു. തൃശൂർ പോലെയുള്ള ഒരു മണ്ഡലം ബി.ജെ.പിയെ സംബന്ധിച്ച് ഇത്തവണ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം തൃശൂർ മണ്ഡലത്തിൽ നിന്നും ഉണ്ടാകും എന്ന വിലയിരുത്തലാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നടത്തിയത്. നേരത്തെ തുഷാർ വെള്ളാപ്പള്ളിയെ തൃശൂരിൽ നിയോഗിച്ച് തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കി എൻ.ഡി.എ സീറ്റ് പിടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തി വന്നതെങ്കിൽ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി തുഷാറിനെ വയനാട്ടിലേക്ക് മാറ്റുകയും തൃശൂർ സീറ്റ് ബി.ജെ.പി ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. തൃശൂരിൽ ശക്തമായിട്ടുള്ള പോരാട്ടം സുരേഷ് ഗോപിക്ക് കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് ബി.ജെ.പി. രാധാകൃഷ്ണൻ നേരത്തെ കേട്ടത് ഒരു സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ തനിക്ക് ഈ മത്സരരംഗത്തേക്ക് വരാൻ കഴിയില്ല എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു നിർദ്ദേശം നേതൃത്വത്തിന് മുമ്പിൽ സുരേഷ് ഗോപി വെച്ചു. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് പകരം മറ്റു പേരുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു. പക്ഷേ ഏറ്റവും ജനകീയമായ ഒരു മുഖം എന്നുള്ള നിലയിൽ തന്നെ കടുത്ത മത്സരം ബി.ജെ.പി പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് സുരേഷ് ഗോപിയെ പോലെ ഒരാളെ രംഗത്തിറക്കുന്നത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നുള്ള വിലയിരുത്തൽ തന്നെയല്ലേ ഈ നേതൃത്വത്തിനുള്ളത്? പൂർണ്ണമായി മറ്റേത് പേരിനേക്കാൾ നല്ലത് സുരേഷ് ഗോപിയാണ് എന്ന വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. തീർച്ചയായിട്ടും സാമുദായികമായിട്ടുള്ള സമവാക്യങ്ങൾ അടക്കമുള്ളവ എല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപിയെ നിശ്ചയിച്ചത്. എന്നാൽ ഇതിനെല്ലാം ഉപരി സംഘടനാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനനുബന്ധമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൃശൂർ മണ്ഡലത്തിലെ ബി.ജെ.പിക്കുള്ളിൽ ശക്തമായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാക്കുന്ന നീക്കത്തിന്റെ ഭാഗമായി മാറും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് വിഭാഗങ്ങളുടെയും പ്രതിനിധീകരിക്കാത്ത ഒരാളെന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് നറുക്കു വീണത്. സുരേഷ് ഗോപിയോട് ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യം, ആ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകേണ്ടതിന്റെ ആവശ്യകത, ഇതെല്ലാം കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് ബോധ്യപ്പെടുത്തിയത്. തുടർന്നാണ് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകാനായിട്ടുള്ള സമ്മതം മൂളിയത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇപ്പോൾ എത്തേണ്ടി വരുമെന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു സമയത്താണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അദ്ദേഹം എത്താനായി നിർബന്ധിതമാകുന്നത്. മാത്രമല്ല RSSന്റെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള സമ്മർദ്ദം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഉണ്ടായിരുന്നു. ഇനി ഈ ശബരിമല വിഷയത്തെ കൃത്യമായിട്ട് മുതലെടുക്കാൻ സാധിക്കുന്ന ഒരാൾ സുരേഷ് ഗോപിയാണ് എന്ന നിരീക്ഷണമാണ് RSSനുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തൃശൂരിലേക്ക് സുരേഷ് ഗോപി മതി എന്ന ഒരു നിർദ്ദേശത്തിലേക്ക് എത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി നാളെ മുതൽ തന്നെ മണ്ഡലത്തിൽ സജീവമാകും എന്നാണ് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത്. രാധാകൃഷ്ണൻ, ഈ അന്തിമഘട്ടത്തിൽ സുരേഷ് ഗോപിയുടെ പേര് കൂടാതെ മറ്റേതെല്ലാം പേരുകളായിരുന്നു ഈ അന്തിമഘട്ടം വരെ ഉയർന്നു നിന്നിരുന്നത്? അത് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ടോ രാധാകൃഷ്ണൻ? ഇന്ന് രാവിലെ പരിഗണിച്ചിരുന്നത് P.K. കൃഷ്ണദാസിന്റെ പേരായിരുന്നു. അദ്ദേഹം ഹൈദരാബാദിലായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് കേന്ദ്ര നേതാക്കൾ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട സാധ്യതകൾ തേടിയ ഘട്ടത്തിൽ തന്നെ ഇത്തവണ മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള അഭ്യർത്ഥന അദ്ദേഹം നടത്തി. കഴിഞ്ഞ ദിവസം M.D. രമേശിനോടും ഇതേ സാഹചര്യം കേന്ദ്ര നേതാക്കൾ സംസാരിച്ചിരുന്ന ഘട്ടത്തിൽ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരാതികൾ അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇതെല്ലാം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ താനവിടെ
സ്ഥാനാർത്ഥിയാകുന്നത് നല്ലതല്ല എന്നായിരുന്നു എം.ടി. രമേശിന്റെ നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എം.ടി. രമേശിനെയും ആ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റിവെച്ചത്. തുടർന്ന് ഗോപാലകൃഷ്ണനിലേക്ക്, മണ്ഡലത്തിൽ തന്നെയുള്ള ഗോപാലകൃഷ്ണനിലേക്ക് ചർച്ചകൾ എത്തുകയും പക്ഷേ വിജയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കരിഷ്മയുള്ള ഒരാൾ ആ മണ്ഡലത്തിലേക്ക് വരണം എന്ന ഒരു താല്പര്യം കേന്ദ്ര നേതൃത്വത്തിൽ ഉണ്ടാവുകയും മണ്ഡലത്തിലെ തന്നെ സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ അതുകൂടി തൃശൂരിൽ സുരേഷ് ഗോപി NDA സ്ഥാനാർത്ഥിയാവുകയാണ്. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അല്പസമയത്തിനകം മുമ്പ് പുറത്തിറക്കിയ പട്ടികയിലാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലേക്ക് പോയതോടുകൂടി BJP സ്ഥാനാർത്ഥി ആര് തൃശൂർ സീറ്റ് BJP ഏറ്റെടുത്തതോടെ ആ സീറ്റിലേക്ക് ഇനി ആരാണ് BJPയുടെ മത്സരിക്കാൻ വരിക എന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു. ചർച്ചകൾക്ക് എന്തായാലും വിരാമമായിരിക്കുന്നു. സുരേഷ് ഗോപിയെ തന്നെ ഏറ്റവും ജനകീയമായ മുഖത്തെ തന്നെ അവതരിപ്പിക്കാൻ NDAക്ക് കഴിഞ്ഞിരിക്കുന്നു. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.